നമസ്കാരം. ആയുർജ്യോതി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജലക്ഷ്മി എം.ആർ. ഇന്ന് ഞാൻ പറയുന്ന നക്ഷത്രങ്ങൾ ഭരണി, പൂരം, പൂരാടം, ഈ 3 നക്ഷത്രങ്ങളാണ്. ആ നക്ഷത്രങ്ങളുടെ 2026 ഫലങ്ങളാണ് ഞാൻ പറയുന്നത്. ഭരണി നക്ഷത്രത്തിൻ്റെയാണ് ഇപ്പോൾ ആദ്യം പറയുന്നത്. വ്യാഴം നിങ്ങൾക്ക് അനുകൂല ഭാവത്തിലാണ് ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഈ വർഷം. അപ്പോൾ വ്യാഴം അനുകൂലമാകുമ്പോൾ വ്യാഴം അഥവാ ഗുരു അഥവാ ബൃഹസ്പതി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തന്നെ വളരെ സ്വസ്ഥതയും സമാധാനവും തരുന്നൊരു ഗ്രഹമാണ്. വ്യാഴം മഹാവിഷ്ണുവാണ്, വിഷ്ണുകാരകനാണ്. അപ്പം വ്യാഴം അനുകൂല ഭാവത്തിലാകുമ്പം ശുക്രനും വ്യാഴമൊക്കെ അനുകൂല ഭാവത്തിലെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഭാഗ്യദായകങ്ങളായ അനുഭവങ്ങൾ നമുക്ക് കൊണ്ടുവരും. അതാണ് അതിൻ്റെ ഫലം. അപ്പോൾ എന്തുകൊണ്ടും ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഈ വർഷം തൊഴിൽപരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാകും. ബിസിനസ്സിൽ ഉയർച്ച, കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് അതിൽ പുരോഗതി, എല്ലാം അവർക്ക് നല്ലത് തന്നെയായിരിക്കും ഈ വർഷം. പൊതുവേ പറഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രം എന്ന് പറയാൻ പറ്റത്തില്ല, ഗുണം തന്നെയായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷം അവർക്ക് കുറച്ചൊക്കെ മനസ്സമാധാനക്കേടും രോഗങ്ങളും ഒരു കുടുംബാന്തരീക്ഷത്തിൽ അസ്വസ്ഥതകളും അങ്ങനെയൊക്കെ ഉള്ളൊരു വർഷമായിരുന്നു കഴിഞ്ഞ 2025 എന്ന് പറഞ്ഞാൽ. വളരെ ഒരുവിധം അസ്വസ്ഥത തന്നെ നിറഞ്ഞൊരു വർഷമായിരുന്നു. സമാധാനം വലുതായിട്ട് ലഭിച്ചിട്ടില്ല. അതിൻ്റെയൊക്കെ ഒരു പരിഹാരം എന്ന വണ്ണം ഈ വർഷം അവർക്ക് നല്ലൊരു അനുകൂല ഭാവം തന്നെയാണ്. അവർ ഏർപ്പെടുന്ന മേഖലകളിൽ തൊഴിലിൽ പുരോഗതി. ഇപ്പം ഒരു പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അതിലൊരു ഇൻ്റർവ്യൂയിലോ പരീക്ഷകളിലൊക്കെ ഒരു വിജയ സാധ്യത, അത് മുഖേന അവർക്കൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള അനുഭവങ്ങൾ, ഇങ്ങനെ ഗുണപ്രദമായ കാര്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ വർഷത്തിൻ്റെ ഒരു ആരംഭകാലത്ത് അസ്വസ്ഥതകൾ അവർക്ക് ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് വർഷാരംഭത്തിൽ. പക്ഷേ പോകെ ഒരു മധ്യത്തിലേക്ക് എത്തും തോറും ഇവർക്ക് കുടുംബാന്തരീക്ഷത്തിലെ അസ്വസ്ഥതകൾ മാറി ദമ്പതികൾ തമ്മിൽ ഒരു ഊഷ്മളതയും കുടുംബത്തിൽ ഐക്യവും സമാധാനവും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. വിവാഹം വൈകി പോയവർ അല്ലെ വിവാഹം താമസിച്ച് പോയവർ അവർക്കൊക്കെ വിവാഹ നിശ്ചയത്തിന് അല്ലെ വിവാഹത്തിനൊക്കെയും അനുകൂലമായ ഒരു സമയമാണ് അവർക്ക് ഈ 2026. നല്ലൊരു അനുഭവം തന്നെയാണ്. കുട്ടികൾ വൈകിയവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത. അപ്പം ഏത് തരത്തിൽ നോക്കിയാലും ജീവിതത്തിൻ്റെ ഏത് മേഖലകളിൽ എടുത്താലും അവർക്ക് ഒരു നന്മയുടെ ഒരു വശമാണ് ഈ വർഷം 2026 അവർക്ക് അനുഭവദായകമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാ മേഖലകളിലും അവർക്ക് നന്മയും പുരോഗതിയും ഉണ്ടാകും. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ പതിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചെറിയ ശാരീരിക അസ്വസ്ഥതകൾ, ചിലപ്പോൾ ഒരു ചെറിയൊരു വീഴ്ച, അങ്ങനത്തെ ചെറിയ ഓരോ കാര്യങ്ങൾ, വലിയ വീഴ്ചകളായിട്ടല്ല, ചെറിയൊരു വീഴ്ച, ഒരു മുട്ടൽ, അങ്ങനെ ഓരോ കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇവർ കൂടുതലായിട്ടും ഈ വ്യാഴം അനുകൂല ഭാവത്തിലാണല്ലോ. അപ്പം വ്യാഴം പിന്നെ ശനിയുടെ ഒരു സാന്നിധ്യവും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 2 ഗ്രഹങ്ങളിലെയും പ്രീതിക്കായിട്ട്, ഈ വ്യാഴത്തിൻ്റെ പ്രീതിക്കായിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ നാരായണീയം ജപിക്കുന്നത് നല്ലതാണ്. ഓം നമോ ഭഗവതോ വാസുദേവായ എന്ന നാമത്തോടു കൂടി വ്യാഴാഴ്ച നെയ്വിളക്കിട്ട് നെയ്യ് ഒഴിച്ച് 5 തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. വ്യാഴാഴ്ച അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വ്യാഴാഴ്ച വീട് അടിച്ച് വാരി ശുദ്ധിയാക്കി നല്ല ശുദ്ധിയാക്കി വിളക്കൊക്കെ കഴുകി എല്ലാം ഭവനം വൃത്തിയാക്കിയിട്ട് വ്യാഴാഴ്ച നെയ്യ് ഒഴിച്ച് നിങ്ങൾ നെയ്വിളക്ക് 5 തിരിയിട്ട് കത്തിക്കുന്നത് ഏറെ ഉത്തമം. അങ്ങനെ കത്തിക്കുന്നത് നിങ്ങളുടെ ഭവനത്തിൽ നല്ലതാണ്. അതോടൊപ്പം തന്നെ ഓം നമോ ഭഗവതോ വാസുദേവായ അല്ലെ ഓം ക്ലീം കൃഷ്ണായ നമ എന്ന് ജപിച്ചാൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ജപിച്ച് നിങ്ങൾക്ക് ചെയ്യുന്നത് നല്ലതാണ്. അതായത് വിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങൾ ദർശിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ നാളും പേരും പറഞ്ഞ് നിങ്ങൾക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് പൂജകൾ അർപ്പിക്കാവുന്നതാണ്. പിന്നെ ശിവക്ഷേത്രത്തിൽ നിങ്ങൾക്ക് പോയി ആരാധന നടത്താവുന്നതാണ്. കൂവളത്തുമാല കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അരയാലിന് 7 പ്രദക്ഷിണം വയ്ക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഉചിതമാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ശ്രേയസ്കരമായിരിക്കും. അപ്പം എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ഒരു ഉയർന്ന ഒരു അവസ്ഥ തന്നെ ഈ വർഷം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരു മനസ്സമാധാനം, കുടുംബത്തിൽ ഓരോ മംഗളകർമ്മങ്ങൾ ഒക്കെ നടക്കാനുള്ള ഒരു അനുകൂല സമയമാണ്. അപ്പം എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് പൂര നക്ഷത്രമാണ് ഞാൻ പറയുന്നത്. പൂര നക്ഷത്രത്തിനും ഒരു അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഈ വർഷം. നിങ്ങൾക്ക് ഈ 2026 അനുകൂല ഭാവം തന്നെയാണ്. നിങ്ങൾക്കും തൊഴിലിലും മികച്ച പുരോഗതി, മികച്ച നേട്ടം, അതേപോലെ ആഗ്രഹ സാഫല്യം, പൂർത്തീകരണങ്ങൾ നടക്കും. നിങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹം, ഒരു ഭവനം പണിയാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളൊരു പുതിയ പദ്ധതി തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, ഇതിനൊക്കെ നിങ്ങൾക്ക്
ഒരു അനുകൂലമായ സമയമാണ്. ആ പദ്ധതിയൊക്കെ വിജയിക്കുവാനും ആ പദ്ധതിയൊക്കെ ഒരു കാര്യപ്രാപ്തിയിൽ അല്ലെങ്കിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്താനും ഒക്കെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു സമയമാണ് ഈ പൂര നക്ഷത്രക്കാർക്ക്. പക്ഷേ നിങ്ങൾക്കും ഒരു ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശകല അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ വാതപിത്ത ദോഷങ്ങൾ അല്ലെ നീർദോഷങ്ങൾ അങ്ങനെയൊക്കെയുള്ളൊരു അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾക്കും ശനിയുടെ ഒരു കുറച്ചൊരു അപഹാരം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുമൂലമാണ് ഈ രോഗദുരിതങ്ങൾ ഞാൻ പറഞ്ഞത്. അല്ലെ ഭവനത്തിൽ ആർക്കെങ്കിലും ഒരു രോഗം വരാനോ അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട ഒരു സമയം തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചിലവ് കൂടുകയും ചെയ്യും. വരവ് നിങ്ങൾക്കുണ്ടാവും, അതോടൊപ്പം ചിലവും അനിയന്ത്രിതമായിട്ട് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു സമ്പാദിച്ച് വെക്കാനുള്ളൊരു അവസരം ഉണ്ടാകത്തില്ല കൂടുതലായിട്ടും, അത് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ ചിലവാകുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് കാണുന്നത്. മിക്കവാറും രോഗദുരിതപരമായ കാര്യങ്ങൾക്കായിരിക്കും ഈ സാമ്പത്തികം ചിലവാകുന്നത്. ഓർക്കാപ്പുറത്ത് പെട്ടെന്നൊരു അസുഖങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സാമ്പത്തികം നമുക്ക് കയ്യിൽ നിന്ന് പെട്ടെന്ന് മാറേണ്ട ഒരവസ്ഥ വരുന്നത്. എന്നാൽ വരവ് ചിലവ് ഉണ്ടാവുകയും ചെയ്യും, വരവും കിട്ടും, എന്നാൽ ചിലവ് കൂടുകയും ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യമാണ്. അപ്പം പിന്നെ ഓരോ കർമ്മ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അതുപോലെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള മേഖലകളിൽ നിൽക്കുന്നവർക്കും അനുകൂല സമയമാണ്. രാഷ്ട്രീയപരമായിട്ട് ഉയർച്ചയിലെത്തും. രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് നീങ്ങുന്നവർക്ക് അവർക്കും നല്ല അനുകൂലമായ ഒരു സമയമാണ്. ഒരു ശുഭവാർത്ത കേൾക്കുവാനോ അല്ല നന്മയിലേക്ക് വരുവാനോ ഒക്കെ ഉള്ളൊരു അനുകൂല സമയം തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് പരോക്ഷമായിട്ട് നിങ്ങൾക്ക് അനുഗ്രഹമാമണ്ണം ഉണ്ടാകും, ഓരോ അനുഭവങ്ങളുണ്ടാകും. പിന്നെ മറ്റൊന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ വരവും ചിലവും കൂടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു വരവ് ചിലവ് കാര്യങ്ങൾ നിയന്ത്രിക്കണം. ഒത്തിരി അമിത ചിലവ് വരാതെ ഒന്ന് ശ്രദ്ധിച്ച് പൈസ കൈകാര്യം ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ വർഷാവസാനമൊക്കെ വരുമ്പോൾ കുറച്ച് സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് നിങ്ങൾ ഈ പൂര നക്ഷത്രക്കാരാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും ഒരു ശ്രദ്ധയും ക്ഷമയും വേണം. പിന്നെ വാക്കുകളുടെ ഉപയോഗം വളരെ ശ്രദ്ധിച്ച് വേണം. മുൻകോപം, ഈർഷ്യ, കോപം, ദേഷ്യം, എടുത്തിയാട്ടം ഇതൊക്കെ ഒന്ന് നിയന്ത്രിക്കേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് വരുന്ന നന്മയുടെ വശങ്ങൾ അത് പൂർണ്ണമായി നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് വളരെ ക്ഷമയും ശ്രദ്ധയും നമുക്ക് അനുകൂലം. നിങ്ങൾക്ക് പൂര നക്ഷത്രക്കാർക്ക് അവിഭാജ്യമായ ഒരു ഘടകമാണ് ആ ക്ഷമ, ശ്രദ്ധ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ. അപ്പം പിന്നെ നിങ്ങൾ പോകുന്ന വാഹനങ്ങൾ, നിങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ മേഖലകളിലൊക്കെ ഒരു ക്ഷമയും ശ്രദ്ധയൊക്കെ വേണം. എല്ലാ കാര്യങ്ങളിലും കണക്ക് കാര്യങ്ങൾ കൂട്ടുന്നതിൽ അല്ലെങ്കിൽ കണക്ക് നോക്കുന്നതിൽ, ബാങ്കിങ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർ കണക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ ഒരു ശ്രദ്ധയും ക്ഷമയും നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കണക്കിലൊരു മാറ്റം വരുവാനോ അല്ലെ ഒരു എന്തെങ്കിലും ഒരു കണക്കിൽ പെശകൊക്കെ വന്നാൽ പ്രശ്നമല്ലേ അതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, നിങ്ങൾ ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കുടുംബ ബന്ധങ്ങളിൽ ഊഷ്മളത കാണും. ഭാര്യയും ഭർത്താവും മക്കളുമായിട്ട് നല്ല സ്നേഹമായിരിക്കും. തിരിച്ച് ഭാര്യയും മക്കളുമായിട്ട് നല്ല സ്നേഹമായിരിക്കും. എന്തായാലും കുടുംബത്തിൽ ഊഷ്മളതയും നല്ല സ്നേഹബന്ധങ്ങളും നിലനിൽക്കും. മക്കളുമായിട്ടാണേലും സ്നേഹബന്ധങ്ങളും ഒരു നന്മയും നിലനിൽക്കുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങൾക്ക്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഒരു ശ്രദ്ധക്ഷമയും നിങ്ങൾക്ക് വേണം. നിങ്ങളും ഈ പൂര നക്ഷത്രക്കാരും ഒരു ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ പോകുന്നതും നീരാഞ്ജനം കഴിപ്പിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. പിന്നെ ദേവീ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് നാരങ്ങ വിളക്ക് കത്തിക്കാം ഭഗവതിക്ക്. അപ്പം ഭഗവതിക്ക് ചുവന്ന മാല വാങ്ങിച്ചു കൊടുക്കാം. അതേപോലെ എണ്ണവിളക്ക് കത്തിക്കാം, ഭഗവതിയെ പ്രാർത്ഥിക്കാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ എന്ന് ചൊല്ലാം. ദേവിയുടെ 108 നാമങ്ങൾ ചൊല്ലാം. അങ്ങനെയൊക്കെയും അവിടെ ദേവി പ്രീതികരമായിട്ട് വ്യാഴാഴ്ച അല്ലെങ്കിൽ ദേവിക്ക് പ്രീതികരമായ ദിവസം വ്യാഴാഴ്ച പോകാൻ നിങ്ങൾക്ക്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ പിന്നെ ശനിപ്രീതികരമായ ശനീശ്വരനെ നിങ്ങൾ പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ നിങ്ങൾക്ക് പോയിട്ട് അറിയാലിന് 7 പ്രദക്ഷിണം വയ്ക്കാം, ശിവന് ധാര കൊടുക്കാം. അതേപോലെ കൂവളത്തുമാല ഭഗവാന് സമർപ്പിക്കാം. അങ്ങനെ ശിവപ്രീതികരമായ കർമ്മങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും. അപ്പം അസുഖങ്ങളൊക്കെ വരുന്നതും ഒക്കെ അല്ല ചിലവ് അനിയന്ത്രിതമായിട്ട് വരുന്ന ചിലവുകൾ നിയന്ത്രിക്കാനൊക്കെ ഈശ്വര സാന്നിധ്യം വളരെ നിങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. അപ്പം അതൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പം എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഈ പൂര നക്ഷത്രക്കാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്തത് പറയാനുള്ളത് പൂരാട നക്ഷത്രമാണ്. ഈ 2026 ഗുണദോഷ സമ്മിശ്രമാണെന്നേ പറയാൻ പറ്റൂ. കാരണം ശനിയുടെ ഒരു സ്വാധീനം ഇവർക്ക് കൂടുതലായി വരുന്നത് മൂലം ഇവർക്ക് ഒരു ചെറിയ മാനസിക സമ്മർദ്ദങ്ങൾ, മാനസിക പ്രയാസങ്ങൾ ഒക്കെയും വർഷാരംഭത്തിൽ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ അവർക്ക് ഒരു നന്മയുടെ വശങ്ങളും കാണുന്നുണ്ട്. തൊഴിലിൽ പുരോഗതി, അല്ലെങ്കിൽ കച്ചവടം നടത്തുന്നവർക്കാണ് അതിലൊരു പുരോഗതി, സാമ്പത്തിക നേട്ടങ്ങൾ, സാമ്പത്തിക ഉന്നമനങ്ങൾ അങ്ങനെയൊക്കെയും. പിന്നെ കിട്ടാതിരുന്ന പൈസ തിരിച്ച് കിട്ടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്.
അതേപോലെ കടങ്ങളുണ്ടായിരുന്ന കടങ്ങൾ നിങ്ങൾക്ക് വീട്ടാനൊരു അവസരങ്ങൾ നിങ്ങൾക്ക് ഈശ്വരാധീനം മൂലം അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം ജോലിയിലെ ഇൻ്റർവ്യൂവിലെ പരീക്ഷകളിലൊക്കെ തയ്യാറെടുത്തിരിക്കുന്നവർക്ക് അവർക്കും അനുകൂലമായ സമയമാണ്. ഒരു ജോലിയിൽ പ്രൊമോഷൻ കിട്ടാൻ, എന്നാൽ അതോടൊപ്പം തന്നെ സ്ഥലമാറ്റം ലഭിക്കാനും നിങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അതേപോലെ പിന്നെ കുടുംബത്തിൽ നിങ്ങൾക്കും ഒരു രോഗത്തിൻ്റെ ചെറിയ ചെറിയ നീർദോഷങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ ഈ തൊണ്ട സംബന്ധമായിട്ട് അല്ലെങ്കിൽ അലർജി സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ രോഗലക്ഷണങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിലവ് കിട്ടുന്നതോടൊപ്പം നിങ്ങൾക്കും ഒരു വരവ് കിട്ടുന്നതോടൊപ്പം ചിലവും കൂടാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. വരവ് എന്തായാലും നിങ്ങൾക്കുണ്ടാകും, സാമ്പത്തികമായിട്ട് ഉന്നമനവും ക്ഷേമവും ഉണ്ടാകും. പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ചൊരു ചിലവ് വർദ്ധിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പം അനിയന്ത്രിതമായിട്ടുള്ള ചിലവ് ഒന്ന് ചുരുക്കാനും അല്ലെ ചിലവൊന്ന് നിയന്ത്രിക്കാനും നിങ്ങൾ മുൻകരുതലെടുക്കേണ്ടതാണ്. അതേപോലെ ഈ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗ, ധ്യാനം ഇതൊക്കെ നിങ്ങൾക്ക് ശീലിക്കുന്നത് വളരെ നന്നായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് എള്ളുകിഴി അല്ല നീരാഞ്ജനം കഴിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. എള്ള് പായസം ഉണ്ടാക്കാൻ വേണ്ടി ക്ഷേത്രത്തിൽ അത് ഉണ്ടാക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്, അതങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. പിന്നെ അതോടൊപ്പം തന്നെ കാക്കയ്ക്ക് ചോറും എള്ളും കൂടെ കുഴച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അത് പിതൃദോഷത്തിനും നല്ലതാണ്, ഈ ശനിയുടെ ഇതിനും നല്ലതാണ്. പിന്നെ നിങ്ങൾ ശനിയാഴ്ച തോറും കറുത്ത വസ്ത്രം അണിഞ്ഞ് ശിവക്ഷേത്രത്തിൽ മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. നവഗ്രഹങ്ങളുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ഓം ശനീശ്വരായ നമ എന്ന് ജപിച്ച് ശനിയെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വളരെ ശനിയുടെ പ്രീതികരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നവഗ്രഹങ്ങളുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഈ അസ്വസ്ഥതകളും മനസ്സിൻ്റെ സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. പിന്നെ കുടുംബ ബന്ധത്തിൽ നിങ്ങൾക്കൊരു ഈ മാനസിക സമ്മർദ്ദം കൊണ്ട് പിന്നെ തൊഴിലിൽ നിങ്ങൾക്കൊരു സമ്മർദ്ദം ഉണ്ടാകും, തൊഴിലിൽ ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നമ്മൾ. അപ്പോൾ ആ സമ്മർദ്ദം കുറയ്ക്കാനായിട്ടാണ് യോഗ നല്ലത്, ധ്യാനം നല്ലത്, ഈശ്വര പ്രാർത്ഥനയാണ് ഏറ്റവും അതിന് നല്ലത്. നാമം ജപിക്കുക, നാമം ജപിക്കുന്നതോളം വലിയൊരു പുണ്യം മറ്റൊന്നുമില്ല. നമ്മൾ ഒത്തിരി റിലാക്സ് ആകും നാമം ജപിക്കുമ്പോൾ, നമ്മുടെ മനസ്സൊന്ന് ശുദ്ധിയാകും, നമുക്ക് ഭഗവാന്റെ ഒരു പവർ നമ്മളിലേക്ക് വരും. അപ്പം എനിക്കിതൊക്കെ ചെയ്യാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം നമുക്കുണ്ടാകും. അപ്പം നമ്മൾ നാമം ജപിക്കുക, ദേവി ഭാഗവതം അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം അങ്ങനെയൊക്കെ ജപിക്കുന്നത് നല്ലതാണ്. ദേവി സ്തുതികൾ, ദേവി പാരായണങ്ങളൊക്കെ 108 ശിവാലയങ്ങൾ ജപിക്കാം, 108 ദുർഗാലയങ്ങൾ ജപിക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഈ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ കുറയാനും ഒക്കെ സഹായിക്കുക. അത് പക്ഷേ ഈ മാനസിക സമ്മർദ്ദം കുടുംബാന്തരീക്ഷത്തെയും ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് കുടുംബത്തിലും അസ്വസ്ഥതകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് ഈശ്വരനെ ഭജിക്കുകയും ചെയ്യുക, ഈശ്വരാധീനം കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കുക. കഴിയുന്നത്രയും നിങ്ങൾ ശനിയാഴ്ച തോറും ശിവക്ഷേത്രത്തിൽ പോകണം. അപ്പോൾ ശനിയുടെ അപഹാരം അങ്ങ് മാറിക്കിട്ടും. അങ്ങനെ നീരാഞ്ജനം കഴിപ്പിക്കുകയും ചെയ്യുക. എന്നിട്ട് 7 പ്രദക്ഷിണം അരയാലിന് വയ്ക്കുക, ഭഗവാന് 3 പ്രദക്ഷിണം വയ്ക്കുക. അതോടൊപ്പം ധാര കഴിപ്പിക്കുക. പിന്നെ ഭഗവാന് പുറകുവിളക്ക് കത്തിക്കുക, സുദർശനത്തിൽ വിളക്ക് കത്തിക്കുക, കിടാവിളക്ക്. അതേപോലെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു മൃത്യുഞ്ജയ ഹോമം കഴിപ്പിക്കുന്നതും നിങ്ങൾക്ക് ഉത്തമമാണ്. അപ്പം ഈ മേല രോഗങ്ങളോ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങളോ അസ്വസ്ഥതകളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടാൻ നല്ലതാണ്. അതുപോലെ നിങ്ങളുടെ മക്കൾക്കും വിജയസാധ്യതകൾ, പരീക്ഷകളിൽ ഇൻ്റർവ്യൂവിലൊക്കെ നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾക്ക് സന്തോഷപ്രദമാകാനുള്ള ഒരു അവസരം ഉണ്ടാകും. അതേപോലെ നിങ്ങളുടെ കുടുംബത്തിലും മംഗളകർമ്മങ്ങൾ നടക്കും, വിവാഹമേ അല്ലെങ്കിൽ അതുപോലുള്ള ഗൃഹങ്ങൾ, പുതിയ വീട് പണിയുക അല്ലെങ്കിൽ വീടിന് മോടി പിടിപ്പിക്കുക, ഇങ്ങനെയുള്ള മനസ്സിന് സന്തോഷം തരുന്നതായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൃഹത്തിൽ സംഭവിക്കും. നല്ല ഊഷ്മളമായ കാര്യങ്ങൾ. അതുപോലെ മക്കളുമായിട്ടാണെങ്കിലും ഊഷ്മളമായ ബന്ധങ്ങളായിരിക്കും. ആരംഭത്തിൽ നിങ്ങൾക്ക് കുറച്ച് മനപ്രയാസവും ഒക്കെ ആയിരിക്കും. പക്ഷേ അത് പോകുന്തോറും നിങ്ങൾക്ക് അവസാനത്തിലേക്ക് പോകുന്തോറും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരും. ഒരു വർഷം പകുതിയാകുമ്പം നല്ല മാറ്റങ്ങൾ തന്നെ നിങ്ങൾക്ക് വരും. വിഷുവോടുകൂടി ഏപ്രിൽ മെയ് മാസമൊക്കെ കൂടി വിഷുവോടുകൂടിയൊക്കെ വളരെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വരുന്നതാണ്. അപ്പം നിങ്ങൾ കൂടുതലായിട്ടും ശാസ്താവിനെ ഭജിക്കുക, ദേവിയെ ഭജിക്കുക, ദേവി സ്തുതികൾ പാരായണം ചെയ്യുക. ഞാൻ പറഞ്ഞ ലളിതാ സഹസ്രനാമം ജപിക്കുക, സൗന്ദര്യലഹരി വായിക്കുക. അങ്ങനെ ഉള്ള ദൈവപ്രീതികരങ്ങളായ കാര്യങ്ങൾ, ഈശ്വരാനുഗ്രഹപ്രദമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം എല്ലാ കാര്യത്തിലും ഒരു നന്മയും ഒരു പുണ്യവും എല്ലാ കാര്യങ്ങളും ഒരു വിജയസാധ്യത നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഈ പൂരാട നക്ഷത്രക്കാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം കാർത്തിക, ഉത്രാട നക്ഷത്രവുമായി ഞാൻ വരുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.